അമ്മ രാവിലെ പണിക്ക് വന്നതിന് മുന്നേ എന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. വൈകുന്നേരമായപ്പം അമ്മേന്റെ പണിയായുധങ്ങളെല്ലാം എടുത്തിട്ട് ഞാനിതാ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം മിക്കവാറും ദിവസങ്ങളിൽ പണി ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് നമ്മളെ പച്ചക്കറി തോട്ടൊന്നും അധികം ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റയില്ല. അപ്പൊ അമ്മ ഇന്നലെ പണിക്ക് പോയിട്ട് വരുമ്പോൾ 2 ചുരങ്ങേന്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ടായിനി. ചുരക്കാന്നെല്ലാം പറയും. വസന്തം ഉണ്ടാകുമ്പോൾ നമ്മ അത് ഉണ്ടാക്കുന്ന റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ടായിനി. അപ്പൊ അതിന്റെ 2 തൈ കൊണ്ടുവന്നിട്ടുണ്ടായിനി. അത് നടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പം നമ്മളെ കക്കിരിക്കയില്ലേ, അതെല്ലാം ഏകദേശം പിടിച്ച് തീരാനായിട്ടാ. അതിന് 2 കക്കിരിക്ക ബാക്കിയുണ്ടായിനി. അത് ഞാൻ വേഗം ഒന്ന് പറിച്ചു വെച്ചു. എന്നിട്ട് ഈ കക്കിരിക്കന്റെ മരടില്ലേ, അതെല്ലാം ഒന്ന് കളയാൻ വേണ്ടിയിട്ട് പോവേന്ന്. കക്കിരിക്കെല്ലാം ഏകദേശം പിടിച്ചു തീർന്നിട്ട് ഇതിന്റെ തയ്യെല്ലാം ഉണങ്ങി പോവാറായിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു ഇതെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ സ്ഥലത്ത് തന്നെ ചുരക്ക നട്ടാ മതിയെന്ന്. അങ്ങനെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയെന്ന്. നാടൻ കക്കിരിക്കയാണ്. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. ഒരുപാട് കക്കിരിക്ക ഇന്ന് കിട്ടിയിട്ടുണ്ടായിനി കേട്ടാ. അപ്പൊ ഇതിന്റെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ നമുക്കത് നടണം ഒന്നും കൂടി. 2 മരട് കക്കിരിക്ക ഉണ്ടായിനി. അതിനൊന്നും മാത്രമേ ഇപ്പൊ കളയുന്നില്ല കേട്ടോ. മറ്റേന്റെ മേല കുമ്പളത്തിന്റെ വള്ളിയെല്ലാം പടർന്ന് കയറിയിട്ടുണ്ട്. അപ്പം എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ആ മരടെല്ലാം ഒന്ന് കളച്ച് നല്ലപോലെ വൃത്തിയാക്കുന്നുണ്ട്. ഈനിട്ട വളന്നെ ഓൾറെഡി ഉണ്ടാവും കേട്ടോ. ആ കക്കിരിക്കയ്ക്ക് മുന്നേ ഇട്ട് കൊടുത്തേ. അതുകൊണ്ട് നമ്മൾ വളമൊന്നും ഇനി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നില്ല. അടിയിലെ വേരെല്ലാം ഒന്ന് പറിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ തൈ കുറച്ച് വാടിപ്പോയി ഉണ്ടാ വൈകുന്നേരം ആകുമ്പോഴത്തേനും. അപ്പോൾ അത് രണ്ടും ഒരേ മനത്തിൽ തന്നെ നട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇനി പുതവച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ രാവിലെ ഒന്ന് പുതച്ചു കൊടുക്കണം കേട്ടോ. ഓലയോ അല്ലെങ്കിൽ വാഴയിലയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പൊതച്ചു കൊടുക്കണം. നമ്മളെ വഴുതനങ്ങ പിടിക്കുന്നതെല്ലാം ഇപ്പൊ ചെറുതായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിന്റെ ഇടയിലൊന്ന് കളച്ചിട്ട് വളം ഇട്ട് കൊടുക്കണം. അങ്ങനെ കോഴിവളം അതിന്റെ ചൂടെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയായി ബക്കറ്റിൽ പൊതിർത്ത് വെച്ചിട്ട് അമ്മ ലീവിൽ ദിവസം അതിന്റെ ഇടയിലൊന്ന് കളച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ബക്കറ്റിലേക്ക് ആക്കിയിട്ട് നേർപ്പിച്ചിട്ട് അതിന്റെ മരട്ടെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആദ്യം വീണ്ടും പഴയ പോലെ നല്ല വഴുതനങ്ങ പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും.